ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ നമ്മൾ തുടരണമെങ്കിൽ കൃത്യമായ അക്കോമഡേഷൻ ഉണ്ടാവണം. ഇത് ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുന്നതാണ്. അതായത് അത് സാമ്പത്തികമായിട്ടാണെങ്കിലും അക്കോമഡേഷൻ, കാരണം നമുക്ക് ജീവിക്കണം. ഞാൻ ആ രീതിയിൽ ജീവിച്ചു വന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ലൈഫ് കൊണ്ടിട്ടിട്ട് ഞാൻ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ നാഷണലിസ്റ്റ് പാർട്ടിയാണ്, BJP എന്ന് പറഞ്ഞാൽ നാഷണലിസ്റ്റ് പാർട്ടിയാണ്. ഇന്ത്യയിൽ എവിടെ ചെന്നാലും അതിൻ്റെ റെസ്പെക്റ്റും അതിൻ്റെ ഒരു വാല്യൂ നമുക്കുണ്ടാവും. ഇതിൽ നമുക്കതില്ല. പിന്നെ അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബോർഡോ സെൻട്രലിൻ്റെ ഏതെങ്കിലും ബോർഡോ കാര്യങ്ങളോ നമുക്ക് വേണ്ടി അത് ചോദിച്ചു വാങ്ങണം. കാരണം നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. എടുത്ത ഈ തീരുമാനം യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഈ തീരുമാനം എടുക്കാനുള്ള കാരണം കൊട്ടാരക്കര സീറ്റ് എന്നുള്ളത് മാത്രമായിരുന്നു. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് അഖിൽ മാരാർ 2020-ൽ ചേർന്നിരുന്നത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ മാസങ്ങൾ പിന്നിടുമ്പോഴേക്കും രാജിവെക്കുകയും ചെയ്തു. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണ് അഖിൽ മാരാർ പാർട്ടിയിൽ ചേർന്നത് എന്ന് തോന്നിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ ഓഡിയോ സന്ദേശത്തിലുള്ളത്. 2020 തന്നെയാണ് ഇക്കാര്യങ്ങൾ പുറത്തുവിട്ടത്. 2020-ൽ ചേർന്നതിന് ശേഷം തന്റെ ഇമേജ് എല്ലാം തകർന്നെന്ന് അഖിൽ മാരാർ പറയുന്നു. സാമ്പത്തികമായും നഷ്ടമുണ്ടായെന്ന് പറയുന്നു. കോൺഗ്രസും BJPയും ദേശീയ പാർട്ടികളാണ്. ഇന്ത്യയിൽ എവിടെ ചെന്നാലും അതിന്റെ വാല്യൂ ഉണ്ടാകും, ഇവിടെ അതില്ല. ഇങ്ങനെയൊക്കെയാണ് അഖിൽ മാരാറിന്റെ പരാതികൾ.